ഇവിടെ സംഘടനകൾ മുഴുവനും തന്നെ ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് എന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ ഓരോ മുസ്ലിം സംഘടനകളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിർത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ശത്രുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി പാനായിക്കുളത്ത് വെച്ച് കുറച്ച് പ്രവർത്തകർ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തിയതിന്റെ പേരിൽ കേരളത്തിലെ വാർത്താമാധ്യമങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്തോ ഭീകരപ്രവർത്തനം പിടിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടത്തിയത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് ചില പുസ്തകങ്ങൾ കിട്ടിയപ്പോ ആ പുസ്തകങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അന്വേഷിച്ച് ഉടനെ തന്നെ പോലീസ് അത്തരം കേന്ദ്രങ്ങളിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് കാശ്മീരിനെ സംബന്ധിച്ചൊരു പുസ്തകം കിട്ടി, ഇന്ത്യയിൽ നിരോധിക്കാത്ത പുസ്തകം. ആ പുസ്തകം കിട്ടിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര ഓഫീസായ ഹിറാ സെന്ററിൽ നിന്നാണെന്ന് കേട്ടപ്പോഴേക്ക് ഹിറാ സെന്ററിലേക്ക് പോലീസ് കുതിച്ചെത്തുകയും അവിടെ റെയ്ഡ് നടത്തി ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം കൊടുക്കുന്ന സംഘടനയാണെന്ന പ്രചാരണം അഴിച്ചുവിട്ടു. ശത്രുക്കൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അവർ തീവ്രവാദികളെ സഹായിക്കുന്നു എന്ന പ്രചാരണത്തിന്റെ പിന്നിൽ. പക്ഷേ സത്യം മനസ്സിലാക്കാൻ നമ്മുടെ സമുദായത്തിന് സാധിച്ചില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന ഒറ്റ പ്രസ്ഥാനത്തെ എതിർക്കാനല്ല പോലീസ് ഹിറാ സെന്ററിൽ കയറിയത്. കാരണം അവരുടെ കയ്യിലുള്ള പുസ്തകം അത് ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചിട്ടില്ല. മാത്രമല്ല, ഇന്ത്യയിലെ റഫറൻസ് ലൈബ്രറികളിൽ നിരോധിച്ച പുസ്തകം വെക്കുന്നതിന് തെറ്റല്ല എന്നാണ് ഇന്ത്യ രാജ്യത്തെ നിയമങ്ങൾ പറയുന്നത്. എന്നിട്ട് പോലും ആ പുസ്തകം കണ്ടു എന്ന ഒറ്റ കാരണത്താൽ അവിടെ കയറി റെയ്ഡ് നടത്തി. മുസ്ലിം സമുദായം എന്താ ചെയ്തത്? മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരവസരമാണ് വീണ് കിട്ടിയത്. അവര് പറഞ്ഞു, ഞങ്ങൾ പണ്ടേ പറഞ്ഞതാ ജമാഅത്തുകാര് തീവ്രവാദികളാണ്, ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ് ലോകത്തെ എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും പ്രചോദനം ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങളത് പണ്ടേ പറഞ്ഞതാ, പക്ഷേ സർക്കാരിന് ഇപ്പോഴേ ബോധ്യപ്പെട്ടതുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, ഭീകരവാദികളായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മാറാട് അന്വേഷണ കമ്മീഷൻ പുറത്തേക്ക് വരുന്നത്. മാറാട് അന്വേഷണ കമ്മീഷന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. സംഘപരിവാറിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഇഷ്ടത്തോഴനാകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ കമ്മീഷൻ റിപ്പോർട്ട് എഴുതി വച്ചിട്ടുള്ളത്. സാധാരണ അന്വേഷണ കമ്മീഷനുകൾ കണ്ടെത്തുന്നത് പോലെയുള്ള സത്യസന്ധമായ വിവരങ്ങൾ ഒരിക്കലും തന്നെ അതിലില്ല, അനുമാനങ്ങളാണ് അതിലുള്ളത്. ആ പ്രദേശത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഉള്ളതുകൊണ്ട് അവരാ കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. NDF എന്ന സംഘടന കേരളത്തിലുള്ളതുകൊണ്ട് അവരാ സംഭവത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. അങ്ങനെ കബഡി നിരത്തിയിട്ടുള്ള ചില പ്രവചനങ്ങളാണ് അദ്ദേഹം നടത്തിയത്, അല്ലാതെ തീർപ്പ് കൽപ്പിക്കുന്ന വിധികളായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഭീകരവാദത്തെ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ സമുദായത്തിന്റെ ശത്രുക്കൾ നാല് ഭാഗത്തു നിന്നും ചീറി വന്നപ്പോ നേരത്തെ തീവ്രവാദം ആരോപിക്കപ്പെട്ട ഇതേ സംഘടന പോലും ശത്രുക്കളോടൊപ്പം നിന്നുകൊണ്ട് മാറാട് പ്രശ്നത്തിന്റെ ഉത്തരവാദി മുസ്ലിം ലീഗാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വാർത്തകൾ കൊണ്ട് അഭ്യാസം കളിക്കുകയായിരുന്നു പത്രമാധ്യമങ്ങളിലൂടെ. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി ആ അന്വേഷണ കമ്മീഷനെ എതിർത്തു.